എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെ ആശംസകൾ ഈ വർഷത്തിൻ്റെ എല്ലാ ക്രിസ്മസ് കാലവും സത്യത്തിൽ കാലം ഒരുപാട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ട് ക്രിസ്മസിൻ്റെ. എൻ്റെ ബാല്യകാല ഓർമ്മകൾ ക്രിസ്മസിൻ്റെ പാട്ടുപാടി കരോൾ ഗാനങ്ങളുമായിട്ട് ഞങ്ങൾ തന്നെ നേരിട്ട് വീടുകളിൽ സഞ്ചരിച്ചൊരു കാലമാണ് എൻ്റെ ബാല്യകാലത്ത് ഒരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട്. അതൊരു വലിയ അനുഭവമായി. ക്രിസ്തുദേവൻ്റെ ആഗമനത്തെ പിറവിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ഗാനങ്ങൾ അങ്ങനെ പാടി ഒരു മഞ്ഞ് പെയ്യുന്ന ഈ ഒരു മകരമാസത്തിൻ്റെ ആ എല്ലാ സുഖവും അനുഭവിച്ച് പാട്ടുപാടി കൂട്ടുകാരോടൊപ്പം പോയ ഒരു പഴയകാല ഓർമ്മ എൻ്റെ മനസ്സിൽ. ക്രിസ്മസിന് കരോൾ മാത്രമല്ല, ക്രിസ്മസിൻ്റെ ഏറ്റവും ആകർഷകമായ കാര്യം വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകളായിരുന്നു. പണ്ട് വീടുകളിൽ ആളുകൾ കേക്ക് ഉണ്ടാക്കുന്ന കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം കടകളിലാണ്. ഇപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓണം പോലെ തന്നെ എല്ലാം കേക്കുകളിലേക്ക്, കേക്ക് ഇന്നിപ്പോൾ ഒരു കച്ചവട രീതിയിലേക്ക് കേക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നക്ഷത്രങ്ങൾ അങ്ങനെയാണ്. നക്ഷത്രങ്ങൾ പണ്ട് വീടുകളിൽ തന്നെ ഞങ്ങൾ കടലാസം ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ നടുക്കൊരു ചെറിയ ബൾബൊക്കെ ഇട്ടുള്ള നക്ഷത്രങ്ങളായിരുന്നു. അതൊരു വർഷത്തേക്കേ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇത് ഡിജിറ്റൽ നക്ഷത്രങ്ങളായി. അപ്പം ആ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടായി. വർഷങ്ങളോളം ഇരിക്കുന്ന ഡിജിറ്റൽ നക്ഷത്രങ്ങൾ കടന്നു. അതോടൊപ്പം തന്നെയാണ് ക്രിസ്മസ് ട്രീ. പണ്ട് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ തന്നെ ഈ നാട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പുൽക്കൂട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമുണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കടകളിൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കാകുന്ന രീതിയിലേക്ക് മാറി. ശരിക്കും തോന്നി എല്ലാത്തിനകത്തുള്ളൊരു പ്രശ്നം സത്യത്തിൻ്റെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസകരമായൊരു അനുഭവമാണ്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ ചെല്ലുകയും ഈ രീതിയിൽ പങ്കാളികളാകുകയും നക്ഷത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവരോടൊപ്പം സഹകരിക്കുകയും കൂടുകയൊക്കെ ചെയ്ത നമ്മുടെ ഒരു ബാല്യകാല അനുഭവം ഓണം പോലെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ഗ്രഹാതിരിത്വം പോലെ തന്നെ ക്രിസ്മസിൻ്റെ പഴയകാല ഓർമ്മകൾ നമ്മളെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഏത് ഉത്സവങ്ങളാണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം വളരെ വിപുലമായ, വളരെ വ്യത്യസ്തമായ ഒരുമിച്ചുള്ള രീതിയിൽ കാണുമ്പോഴാണ് എല്ലാ ആഘോഷങ്ങൾക്കും ഒരു വലിയ ഭംഗിയുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഏത് കാലമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും മനുഷ്യർ ഒരുമിച്ച് ഒത്തൊരുമിക്കുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്.